അനിൽകുമാർ, ഇതാണ് അവരുടെ വാദം. മൻരേഗ പോലുള്ള പദ്ധതികളിൽ ആദ്യം 60,000 കോടി നൽകിയിരിക്കുന്നു. ഇത് തുടർന്നും സപ്ലിമെന്ററി ആയി അലൊക്കേഷൻസ് ഉണ്ടാകും. കഴിഞ്ഞ വർഷവും നമുക്ക് സമാനമായ രീതിയിലായിരുന്നു, 78,000 കോടിയും മറ്റോ ആയിരുന്നു. പിന്നീട് അത് 103 കോടിയിലേക്ക് അതിൻ്റെ പരിധി ഉയർത്തുകയും ചെയ്തു. അപ്പോൾ സമാനമായ രീതിയിൽ ഇത് ഉയരും എന്ന വാദം നമുക്ക് അംഗീകരിച്ചുകൂടെ? MNREGയിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്തായിരുന്നു കഴിഞ്ഞ കൊല്ലം നടന്നത്? ബഡ്ജറ്റ് വന്നപ്പോൾ 68,000 കോടി അനുവദിച്ചു. പിന്നെ 103 ആയത് എന്താണ്? അതിൻ്റെ തലേ കൊല്ലത്തെ ഡിമാൻഡായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തന്നെ അതിൻ്റെ തലേ കൊല്ലം ഡിമാൻഡ് ഒരു 38,000 കോടി കിടപ്പുണ്ടായിരുന്നു. അതുൾപ്പെടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വരണമായിരുന്നു. അത് വന്നില്ല. അത് ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വരുമാനം വർദ്ധിപ്പിച്ചോ, ചെലവ് വർദ്ധിപ്പിച്ചോ? ആരോഗ്യമേഖല ചെലവ് വർദ്ധിപ്പിച്ചോ? ഞാൻ ഒറ്റ കണക്ക് പറയാം. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം 64 രൂപയുണ്ടായിരുന്ന, 63 രൂപയുണ്ടായിരുന്ന ഒരു ഡോളർ സമം 63 ഇന്ത്യൻ രൂപ. 8 കൊല്ലക്കാലം കൊണ്ട് ഒരു ഡോളർ സമം ഇപ്പോൾ 84, 83, 84 രൂപയായി മാറി. അതായത് ഇന്നുള്ള ഡോളറിൻ്റെ വിലയുടെ രൂപയുടെ 20%, 4/1, 25% ഈ 8 കൊല്ലം കൊണ്ട് വർദ്ധിച്ചതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചെന്താണ്? ചരിത്രത്തിലെ ഏറ്റവും കുറവ് നീക്കിയിരിപ്പാണ് നമ്മുടെ നാണയ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ സാമ്പത്തിക സർവേ സൂചിപ്പിച്ചെന്താണ്? കയറ്റുമതി കുറഞ്ഞിരിക്കുന്നു, ഇറക്കുമതി വർദ്ധിച്ചിരിക്കുന്നു. എന്ത് പരിഹാരമാണ് ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നത്? ആത്മനിർഭര ഭാരത് എന്നൊക്കെ ഇവിടെ വലിയ വർത്തമാനം പറയുമ്പോൾ കയറ്റുമതി കുറഞ്ഞിരിക്കുകയാണ്, ഇറക്കുമതി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും വല്ലാത്ത സ്ട്രഗിളിങ്ങിലാണ്. രൂപയുടെ മൂല്യം കുറച്ച് കൊടുത്തില്ലെങ്കിൽ ഇന്ത്യ ശ്രീലങ്കയായിത്തീരും. അതുകൊണ്ട് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താണ്? ഡോളർ കൊണ്ട് വരുമ്പോൾ കുമ്പിട്ട് കൊണ്ടേയിരിക്കും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു അമേരിക്കൻ ഡോളർ സമം 100 ഇന്ത്യൻ രൂപ. അത് ഇന്ത്യയുടെ നേട്ടമാണെന്ന് പറയാൻ ഇപ്പോൾ ഇവിടെ സംസാരിച്ച ബഹുമാന്യായ BJP നേതാക്കന്മാർ പറയും, നിങ്ങൾ ആപ്പിൽ നോക്കിയാൽ മതി. ആപ്പിൽ നോക്കിയാൽ ജനങ്ങളുടെ കഞ്ഞിക്കലത്തിൽ അരി കിട്ടില്ല. എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭക്ഷ്യാവസ്ഥ? നിങ്ങൾ ഇപ്പോ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, ഗ്രെയിൻസ് ആള് അത് ഞാൻ കേട്ടു. ഞാൻ ബഡ്ജറ്റിന്റെ ആപ്പാണ് ഞാൻ പറഞ്ഞത്. പേപ്പർലെസ് ബഡ്ജറ്റ് ആകുമ്പോൾ ആ ബഡ്ജറ്റ് ഒരു മൊബൈൽ ആപ്പിന് ആപ്പിനെ കുറിച്ചാണ് അങ്ങ് സംസാരിച്ചത്. അത് അറിഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് അതാണ്, അത് വായിക്കണം എന്ന് പറയുമ്പോൾ ആ ആപ്പിനകത്തുണ്ടെന്ന് പറയുന്ന തെറ്റാണ് ഞാൻ തെറ്റാണെന്ന് പറയും. എന്താ തെറ്റാണെന്ന് പറയാൻ കാരണം എന്താണ്? തെറ്റാണെന്ന് പറയാൻ കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പ് അഡ്രസ്സ് ചെയ്യാൻ, ഇവിടുത്തെ വിലക്കയറ്റം അഡ്രസ്സ് ചെയ്യാൻ എന്താ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ളത്? ആ കണക്കൊന്ന് എടുത്ത് പഠിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണക്കാണ് ഞാൻ പറയുന്നത്. 2, ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു യുദ്ധം നടക്കുന്നു, ഉക്രൈൻ. ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഗോതമ്പിൻ്റെ പ്രതിസന്ധി വന്നു. കേരളത്തിൽ ഗോതമ്പ് കിട്ടുന്നില്ല. കേരളത്തിന് പച്ചരിയാണ് കൂടുതൽ തരുന്നത്, ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാരിന് എന്ത് പരിഹാരമുള്ളത്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഫിസ്ക്കൽ ഫെഡറലിസത്തിന് എന്ത് സംഭാവനയാണ് ഈ ബഡ്ജറ്റ് നൽകുന്നത്? പണമെല്ലാം കേന്ദ്രം സ്വരുക്കൂട്ടി വെച്ചു. എങ്ങനെയാണ് സ്വരുക്കൂട്ടി വെച്ചത്? നാനാതരത്തിൽ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ച് ആളുകൾക്ക് പണം വിതരണം ചെയ്യാതെ, ഇവിടുത്തെ കോർപ്പറേറ്റ് നികുതി ഇളവ് കൊണ്ട് ഈ 8 കൊല്ലം കൊണ്ട് 2 ലക്ഷം കോടി രൂപ പോയത്. പക്ഷേ മറുഭാഗത്ത് സമാഹരിച്ച് വെച്ചു. ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം, പെട്രോൾ ഡീസൽ വിലയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി വന്ന കാലത്ത് എത്ര ശതമാനമാണ് നികുതി ചുമത്തിയിരുന്നത്? ഇപ്പോൾ എത്ര % നികുതി? ആ വ്യത്യാസം മാത്രം മതി കേന്ദ്ര സർക്കാരിൻ്റെ വന്ന അധിക പണം കിട്ടാൻ. ഈ അധിക പണം കോർപ്പറേറ്റുകൾക്ക് ടാക്സ് ഇളവായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനിയും കരുതി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് കരുതി വെച്ചിരിക്കുന്നത്? അംബാനി പ്രതിസന്ധിയിലായാൽ, അദാനി പ്രതിസന്ധിയിലായാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം അങ്ങോട്ട് കൊടുപ്പിക്കണം. അതിന് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണ്?
ഞാൻ ചോദിക്കുന്നത് ബാഡ് ബാങ്ക് ഉണ്ടാക്കിയത് കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടായിരുന്നോ? നിർമ്മല സീതാരാമൻ ഉണ്ടാക്കിയ ബാഡ് ബാങ്ക് കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടോ? എന്താ ബാഡ് ബാങ്ക്? ചീത്ത ബാങ്ക്. നമ്മുടെ രാജ്യത്തെ ബാങ്കുകളുടെ കിട്ടാക്കടം ആ ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യാൻ ഉണ്ടാക്കിയ ബാഡ് ബാങ്ക് ബഡ്ജറ്റിലുണ്ടോ? അതിൻ്റെ പണം എവിടുന്ന് വന്നു? ഏത് സപ്ലിമെൻ്ററി ഡിമാൻഡാണ് ബാഡ് ബാങ്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? അവിടെയാണ് പറയുന്നത് കാർഡുകൾ ചങ്കിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു, യഥാർത്ഥ കളി തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ഈ ബഡ്ജറ്റ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ളതാണ്. ഇനി കളി തുടങ്ങുമ്പോൾ ജനങ്ങൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഈ പരിപാടിയെല്ലാം പൊടിയും തട്ടി മാധ്യമങ്ങളെല്ലാം അവരുടെ വഴിക്ക് പോകും. അതിനുശേഷം വീതം വെക്കാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. പാലാഴി കടഞ്ഞു, അമൃത് കിട്ടി. അമൃതും കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വിളങ്ങാൻ ഈ മോഹിനി നമ്മുടെ നിർമ്മല സീതാരാമൻ അവരെ തേടിയുള്ള യാത്രയിലാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ, അമൃത് കടയുന്ന സാധാരണക്കാരന് അമൃതില്ല, പാലാഴി കടയുന്നവൻ അമൃതില്ല. ഇതാണ് ഈ ബഡ്ജറ്റ് തെളിയിക്കുന്നത്.